നീ ഉറങ്ങുന്നില്ലേ? ഞാനെന്നാ ഇവിടെ കിടക്കണേ? നിങ്ങൾ കിടക്കുന്നില്ലേ? എടാ നാണം ഉണ്ടടാ നിനക്ക് ഇവിടെ വന്ന് കിടക്കാൻ? നീ ഒരു പുരുഷനായ കാര്യം നീ മറക്കരുത്. അവിടെ പോയി കിടക്ക. പോയി അവിടെ കിടക്കടാ. നിന്നെ ഇവിടെ ഞാൻ കിടത്തത്തില്ല. പോടാ പോടാ. എന്തേ കിടത്തിയില്ലല്ലേ? ഞാനൊരു വലിയ പുരുഷനായ കാര്യം ഞാൻ അറിഞ്ഞില്ല. ഞാനത് നേരത്തെ അറിഞ്ഞതാ. അതാ വെയിറ്റ് ചെയ്ത്. ചെല്. ഗുഡ് നൈറ്റ് ആമി. എന്റെ ഈശോയെ, അവള് പറഞ്ഞു കേട്ടോ ആമീന്ന്. അവൾ അറിഞ്ഞു. നാണക്കേടായി. എടി അവള് നിന്റെ വയറ്റിൽ കിടക്കുന്ന സമയത്ത് ഞാൻ എന്തോരം വിളിച്ചിട്ടുള്ള. അന്നൊന്നും അവള് കേട്ടില്ല. ഇപ്പൊ ഫോണിൽ പറഞ്ഞപ്പോ കേട്ടു. അത്രേ ഉള്ളൂ. യു ഡോണ്ട് വറി. ഓക്കേ. അനിയമ്മേ, ഈയിടെയായിട്ട് ഗ്ലാമർ കൂടുന്നുണ്ടോ എന്നൊരു സംശയം. ഉണ്ടാവും. അതിന്റെ കാരണം എന്താണെന്നറിയോ? പറയൂ. ഭർത്താവിന്റെ സ്നേഹമാണ് ഭാര്യയുടെ സൗന്ദര്യം. ഓ, എവിടെ പോന്നു? അടുക്കളയിൽ ഒരുപാട് പണി ബാക്കിയുണ്ട്. കിടന്നു. കെട്ടിപ്പിടിച്ച് കിടന്നു. കിടക്കാനാ ഇന്നാ? അതെ, എനിക്ക് രാവിലെ കൊണ്ടുപോകാൻ കറിയൊന്നും വേണ്ട. എനിക്ക് ലില്ലിക്കുട്ടി കറി കൊണ്ടുവരും. ഈ ലില്ലിക്കുട്ടിക്ക് അച്ചായനെ അത്രക്കിഷ്ട? സ്നേഹം കൊണ്ട് എനിക്ക് ഇരിക്കപ്പെടുത്തിയില്ല. എന്റെ ഫാനാ. ഓ, അച്ചായനോ? എനിക്ക് എന്റെ ആനിയമ്മ മാത്രം മതി. ഓ, പക്ഷെ ഇടയ്ക്ക് ഞാനൊന്ന് പെട്ടതാ. പെട്ടൂന്ന് എനിക്കും തോന്നിയതാ. എപ്പോ? ഇതുവരെ ഇല്ലാത്തൊരു മൂളിപ്പാട്ടും മറവിയും മന്ത്രിയും പതിവില്ലാതെയുള്ള കഥവടച്ചിടലും ഫോൺ വിളിയും. എന്റെ ഈശോയെ, ശരിക്കും മനസ്സിലായി? കൊല്ലം കുറെ ആയില്ലേ? ചലിച്ച മനസ്സിലാവും. എനിക്കെന്നല്ല, എല്ലാ ഭാര്യമാർക്കും മനസ്സിലാവും. നേരിട്ട് ബോധ്യപ്പെടാത്തത് കൊണ്ട് ചോദിച്ചില്ലെന്നേ ഉള്ളൂ. പക്ഷെ ആള് ലില്ലിക്കുട്ടിയല്ല കേട്ടോ. പിന്നെ ജൂലി. ഒരേ 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 കമ്പി. എന്നിട്ട് കാശ് എന്ത് ചെയ്തു? പഞ്ചായത്തിലെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. അപ്പോ കാശ് കിട്ടുന്ന പരിപാടിയാണ് അല്ലേ? അതെ, എന്നെയും ചിലരൊക്കെ വിളിക്കാറുണ്ടായിരുന്നു. എന്തോന്ന്? എന്നെയും ചിലരൊക്കെ വിളിക്കാറുണ്ടായിരുന്നു. ആരാ വിളിച്ചേ? എനിക്ക് പറയണം. പറയടി. പറയാൻ. ഇത്രയും വികാരഭരിതനാവണ്ട. എന്നോട് പറയാതിരുന്ന എന്താ? എനിക്കത് ആദ്യം അറിയണ്ടേ. എങ്ങനെ പറയും? അരിച്ചാക്ക് തലേ കയറ്റി വെച്ച പോലെ ശ്വാസം മുട്ടി നടക്കുകയല്ലായിരുന്നോ? ഭർത്താവല്ലേ? ഇപ്പൊ ആ ശ്വാസമൊക്കെ പോയി, മസിൽ പിടുത്തമൊക്കെ മാറി, നല്ല കുട്ടിയായി. ഇപ്പൊ നമ്മള് നല്ല ഫ്രണ്ട്സാ. ഇനി അച്ചായനോട് ഞാൻ എന്തും തുറന്നു പറയും. എങ്കിൽ പറ, ആരാ വിളിച്ചേ? 3 പേരുണ്ട്. 3? ആരൊക്കെ? എന്താ ധൃതി? ആദ്യം ഒരാളുടെ പേര് പറയാം. നമ്മുടെ രവി അങ്കിള്. ആര്? രവി അങ്കിൾ. അയ്യോ, എന്റെ ഈശോയെ, പട്ടാളോ? ആ, രവിയെങ്കിലാ മോളെ. എനിക്ക് ഇവിടെ ബോറടിച്ചിട്ട് വയ്യ. പട്ടാളത്തിലായിരുന്നെങ്കിൽ തോക്കെടുത്ത് 4 വെടിയെങ്കിലും വെക്കാമായിരുന്നു. അങ്കിൾ ഇങ്ങോട്ട് വാ. വരണോ? വാ അങ്കിളെ. വന്നിട്ട് ഈ വീടിനകമൊക്കെ ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിടാം. അങ്കിളിന്റെ ബോറടിയും മാറും, എന്റെ വീടും വൃത്തിയാവും. വാ. ഒരു കോള് വരുന്നു. എന്റെ രവി അങ്കിളെ, വെറുതെ രക്തം തിളച്ച് വഴക്കുണ്ടാക്കാനൊന്നും പോണ്ട. ഇല്ലില്ല, പോവില്ല. അടുത്താളപ്ര. ചേച്ചി ബെന്നിയാ. 8Bയിലെ മോട്ടറിന്റെ പണി കഴിഞ്ഞപ്പോ ഒരു ക്ഷീണം. ചേച്ചിയോട് കുറച്ചു നേരം സംസാരിച്ചു കഴിഞ്ഞാ ഒന്ന് ഉഷാറാവും. അതാ വിളിച്ചത്. ഈ ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം എവിടെയാ ബെന്നി? ഐക്യരാഷ്ട്രസഭ? നമുക്ക് സംസാരിക്കാൻ എന്തെങ്കിലും ഒരു വിഷയം വേണ്ടേ? അതിനുവേണ്ടി പറഞ്ഞതാ. ഈ ചേച്ചിയുടെ ഒരു തമാശ. ഇതൊക്കെ കേൾക്കാൻ വേണ്ടി മാത്രമാ ഞാൻ ചിലപ്പോ ബാക്കിയും കൂടെ പറ. ഒന്നുമില്ല. എന്തോ ഉണ്ട്. ബെന്നി പറ. അത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പിണങ്ങുവേ. എളുപ്പം പറ. ചേച്ചിയുടെ വീട്ടിലെ മോട്ടറും പൈപ്പൊന്നും കേടാവുന്നതല്ല. പിന്നെ ഞാൻ കേടാക്കുന്നതാ. ചേച്ചിയോടൊന്നും മിണ്ടിയും പറഞ്ഞിരിക്കാൻ. ആണോ? നീ ഇപ്പൊ പറഞ്ഞത് എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആഹാ,
ഇനി നീ എന്നെ വിളിച്ച ഈ കോളനിയിൽ എല്ലാവരും ഇത് കേൾക്കും. വെക്കടാ. എടാ അലവലാതി, ഒരു അനിയനെ പോലെ കൊണ്ടാടുന്ന ഞാൻ അവനെ. അവനീന്ന് ഒരിക്കലും ഞാനിത് പ്രതീക്ഷിച്ചില്ല. ശരി, അടുത്ത ആളെ പറ. നമ്മുടെ രഘുസ്വാമി. സാമിയ. ശുദ്ധം, ജൈവം. സന്തോഷം. ആനിയമ്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ പച്ചക്കറി കൃഷി നടത്തുന്നത്. എനിക്കറിയാം. മുഖത്തൊരു സങ്കടം ഞാൻ കാണുന്നുണ്ടല്ലോ. ഉലഹന്നാനുമായിട്ട് വലിയ പിണക്കത്തിലുമാണ്. ഏയ്, എന്നോട് എന്തും തുറന്നു പറയാം. ആനിയമ്മയുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകും. സ്വാമിയുടെ മാനസികാവസ്ഥ എനിക്കും മനസ്സിലാവും. സ്വാമി ചെല്ല് സ്വാമി. അയാളുടെ ഒരു പച്ചക്കറി മൊത്തത്തിൽ കയറി ഞാൻ നിരങ്ങിയാലും. അയ്യോ വേണ്ട. എല്ലാ ദിവസവും ഓഫീസിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നതേ ഇവിടെ ഉണ്ടായ പച്ചക്കറിയാ. ആണോ? അതെ, ശുദ്ധം, ജൈവം. സ്വാമിയുടെ ജൈവ അവന്റെ. അയ്യോ, ഏ? എന്റെ തലയെ തൊട്ട് സത്യം ചെയ്യാം, ആരോടും വഴക്കുണ്ടാക്കില്ലാന്ന്. ആരോടും വഴക്കുണ്ടാക്കില്ല.